Hello friends, welcome to Pulinji. പഞ്ചാബിന്ന് തിരിച്ച് ഡൽഹിയിൽ വന്നിട്ട് ഫസ്റ്റ് വീഡിയോ ആണ് ഇത്. നമുക്ക് ആ വീഡിയോ അൺബോക്സിംഗ് തുടങ്ങിയാലോ? അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ പഞ്ചാബിൽ എന്തൊക്കെയാ വാങ്ങിയതെന്ന് അൺബോക്സിംഗ് വീഡിയോ ആണ് ഇത്. ആദ്യം നമുക്ക് പഞ്ചാബിൽ നിന്ന് കൊണ്ടുവന്ന സീഡ്സ് നോക്കാലോ. വലിയ സഞ്ചി വന്നു. നമ്മൾ കുറച്ച് സീഡ്സ് വാങ്ങിയിട്ടുള്ളൂ. അവിടെ ഒരുപാട് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മള് അധികം വാങ്ങിച്ചിട്ടുണ്ടായില്ല. രണ്ടെണ്ണം മാത്രമേ മേടിച്ചുള്ളൂ. ആദ്യം നമുക്ക് ഇത് നോക്കിയാലോ എന്ത് സ്വീറ്റാണെന്ന്. വാവ്, ഇത് രണ്ട് ടൈപ്പുള്ള ഗുജിയ ആണ്. ഇത് ഡൽഹിയിലും കിട്ടുന്ന സ്വീറ്റ്സ് തന്നെയാണ്, പക്ഷെ അത് അടിപൊളിയാ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇതെങ്ങനെയാ ചെയ്യണ്ടേ? ഇത് നമ്മള് വെറൈറ്റി കണ്ട ഒരു സ്വീറ്റാണ്. ഇത് ദാൽ സ്വീറ്റാണ് നമുക്ക് പറഞ്ഞത്. നമുക്കൊന്ന് കുറച്ച് തിന്നോക്കിയാലോ. ഞാൻ ഇത്രയേ എടുത്തിട്ടുള്ളൂ. യമ്മി കിടക്കാച്ചി. നമ്മൾ സ്വീറ്റ്സ് ഇത്രയാ വാങ്ങുന്നത്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പൊ സീറ്റ് മാത്രമല്ല ഉള്ളത്, ഈ ഒരു നമ്മള് പഞ്ചാബിൽ നിന്ന് കൊണ്ടുവന്ന ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ല വെയിറ്റ് ആണ്. ഈ ബാഗ് എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? നല്ല ക്യൂട്ട് ആയിട്ടില്ല ഫ്രണ്ട്സ്? ഇതും നമ്മള് അവിടെ തന്നെ. ഇത് മാത്രമല്ല, അച്ഛന്റെ ടോം ആൻഡ് ജെറിന്റെ ഫോൺ കവർ ഉണ്ട് ഫ്രണ്ട്സ്. നല്ല ബർഗറൊക്കെ ഉണ്ട്. നല്ല ക്യൂട്ട് ആയിട്ടില്ലേ കാണാൻ? നല്ല കളറല്ലേ? എനിക്ക് ഈ ഒരു കളർ എനിക്ക് വലിയ ഇഷ്ടമായി. അടുത്തത് നമ്മള് ഒരു ബാഗ് മേടിച്ചു. ഒരല്ല രണ്ടെണ്ണം. അതും ബാഗിൽ തന്നെ ഉള്ളത്. ഒന്ന് വൈറ്റും ഒന്ന് മെറൂണും. അതിൻ്റെ ഒരു വൈറ്റും കൂടി ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഒരുപാട് നല്ല സീക്വൻസ് ഒക്കെ ഇല്ലേ? ഇതിൽ ഏറ്റവും കൂടുതൽ ഏതാ ഇഷ്ടപ്പെട്ടെ? ഇതാണോ? ഇനി അടുത്തത് ആണെങ്കിൽ ഈ ഒരു അടുത്തത് എന്തോ ഒരു സാധനമാണ്. ഇതെന്തോ നോക്കട്ടെ. ഇതെന്റെ ചെരുപ്പാണ് ഗൈസ്. അതൊക്കെ എല്ലാവരും ഇതെന്റെ ചെരുപ്പാണ്. അത് നല്ല രസമുണ്ട്. അത് നമുക്ക് പാകാണോ നോക്കാം ഗൈസ്. ഇത് നല്ല സീക്വൻസ് ഒക്കെ സ്റ്റോണൊക്കെ വെച്ചിട്ട് നല്ല സുന്ദര ആക്കി. ഇത് ഗൈസ്, ഇത് പഞ്ചാബി ജൂത്തിയാണ്. പാകാണോന്ന് നമുക്ക് ലാസ്റ്റ് നോക്കാം ഫ്രണ്ട്സ്. അടുത്തത് ഈ ഒരു എന്താണ്? അതെന്താ എനിക്കറിയും ഫ്രണ്ട്സ്. ഇത് എൻ്റെ അമ്മേൻ്റെ ഷോളാ. ഇതെൻ്റെ അമ്മേൻ്റെ ഷോളാണ് ഗൈസ്. ഇതെൻ്റെ അമ്മേൻ്റെ ഷോളാ. നമുക്ക് നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. അത് പഞ്ചാബി ഷോളാണ്. ഈ നല്ല ചുരിദാറിന് ഇല്ലേ, ഈ ഷോള് മാച്ച് ആയിരിക്കും. പിന്നെ നമുക്ക് ഇവിടെ എടുത്തോക്കാം ഗൈസ്. ഇത് സൈഡിൽ എടുത്തോക്കാം. പിന്നെ കണ്ണാടി ഇങ്ങനെ തുറക്കുമ്പോ ഇങ്ങനെ കണ്ണാടി, ഇതേപോലത്തെ കണ്ണാടി വേറെ മേടിച്ചിട്ടുണ്ട്. അത് വേറെ ഏതോ സഞ്ചിയിലാണുള്ളത്. യെസ് ഗൈസ്, ഈ സഞ്ചി. ഇതെന്റെ ഫേവറേറ്റ് യൂണിക്കോണിന്റെ കണ്ണാടിയാ. എവിടെയാ? രണ്ട് കണ്ണാടി ഉണ്ട്. അല്ല, ഇത് ഒരു തൂങ്ങലുണ്ടായിരുന്നു, അതെടുത്തു. ആ ഗൈസ് കിട്ടി. ഇത് പൊട്ടിപ്പോയതാ. എങ്ങനെ സെറ്റാക്കുന്നു പിന്നെ നോക്കാം. ഈ രണ്ട് കണ്ണാടിയും മേടിച്ചു ആ കടയില്. നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് കാണാൻ. മാത്രമല്ല പിന്നെ ഗോൾഡൻ ടെമ്പിളിന്റെ കുറെ സാധനമുണ്ട്. ഇത് ഫ്രിഡ്ജിലൊക്കെ ഒട്ടിച്ച് വെക്കുന്ന ഗോൾഡൻ ടെമ്പിളിന്റെ എന്തോ സാധനമാണ്. ഇത് മാഗ്നറ്റ് ആണ് ഗൈസ്. അത് പെട്ടെന്ന് മറന്നുപോയി. അപ്പൊ ഇത് ഫ്രിഡ്ജിലൊക്കെ ഒട്ടിച്ച് വെക്കാൻ പറ്റും. അങ്ങനത്തെ
തന്നെ പഠിച്ചു. ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല്. ബാക്കിയെല്ലാം റെക്റ്റാങ്കിള്. ഒരെണ്ണം ആണെങ്കിൽ ഇത് ബ്ലേസ്ലെറ്റ് ആണ്. നല്ല ക്യൂട്ട് ആയിട്ടില്ലേ കാണാൻ? നല്ല കളർഫുൾ അല്ലേ? ഏത് ഡ്രസ്സിന്റെ കൂടി മാച്ച് ആയിരിക്കും. പിന്നെ എനിക്ക് മേടിച്ചത് ഒരു വള. ഇത് പഞ്ചാബി കടേന്റെ എനിക്ക് വേണ്ടിട്ട് തന്നെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അവിടെ വളക്കാണ് കട എന്ന് പറയുന്നത്. നമുക്കത് സൈഡിൽ വെച്ചെടുക്കാം. പിന്നെ അച്ഛന് വേണ്ടിട്ട് രണ്ട് ഒരു കട. നല്ല ഇങ്ങനെ അപ്പം നല്ല ഒച്ച വരുന്നില്ലേ? ഇത് സ്റ്റീലാ. പിന്നെ സാരി തന്നെ അങ്ങോട്ട് വെച്ചെടുക്കാം. ഇതെന്തോ ഇത് ചൂട് കാലത്തില് ഇടുന്ന ഷോള്. അത് നല്ല രസമുണ്ട്. ഏത് ഡിസൈനാ ഞാൻ കാണിച്ചില്ല. ഓ നല്ല പാടും. നമുക്ക് ഒരെണ്ണം നോക്കാം ഫ്രണ്ട്സ്. ഇത് രണ്ടെണ്ണം ഉണ്ട്. ആദ്യം ഒരെണ്ണം നിവർത്തി കാണിച്ചു തരാം. ഗൈസ് ഇത് കണ്ടോ? നല്ല തോർത്ത് പോലില്ലേ? ഇത് ഷോളാണ്, തോർത്തല്ല. നല്ല നീളൊക്കെ ഉണ്ട്. അടിപൊളിയാണല്ലേ? നല്ല പിക്ചേഴ്സ്. പിന്നെ അമ്മേന്റെ ഫേവറേറ്റ് ഈ ഒരു ഷോള്. ഇത് നല്ല നീളാണ്. നമുക്ക് ഇവിടെ വെച്ചെടുക്കാം. ഓ നമുക്ക് വേറെ കാണാം. എന്താണ് കഴിക്കാൻ പോവും? ഇതെനിക്ക് അമ്മേന് വേണ്ടി, ഇതെനിക്ക് എന്റെ അച്ഛന് വേണ്ടിട്ട് മേടിച്ചൊരു ബാലിയാണ്. നല്ല വെയിറ്റ് ഉണ്ട്. ഇത് കണ്ട? ഇത് എന്റെ അച്ഛന് വേണ്ടിട്ട് മേടിച്ചതാണ്. നല്ല നീളുണ്ട്. അടുത്തത് നോക്കാലോ. എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാന്റ്. ഇതെനിക്ക് വേണ്ടിയിട്ടുള്ള പാന്റാണ്. എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു നീളം പാന്റ്. നമുക്ക് ഇത് ഇവിടെ വെച്ചെടുക്കാം. നല്ല കളറല്ലേ? ബ്ലൂ കളർ. ഇതെന്റെ പിങ്ക് കളറില്. ഇത് എന്റെ അമ്മക്ക് വാങ്ങിച്ച ഒരു ചുരിദാറാണ്. ഇത് തണുപ്പ് കാലത്ത് ഇടാൻ പറ്റിയ ഒരു ചുരിദാറാണ്. നല്ല ക്യൂട്ട് ആയിട്ടില്ല കാണാൻ? ക്യൂട്ടി. ഇനി അടുത്തത് ഇതാണ്. നമുക്കിത് എന്താ നോക്കാം. വാവ് ഗൈസ്, ഇത് ഞാൻ മേടിച്ചതാ ഗൈസ്. അത് ഇതെന്റെ ടോയ്സാ. അത് നമ്മള് മീനുക്കുട്ടീന്റെ കഥ ആക്കുന്നില്ലേ? അതേപോലെ ഇത് വേറെ വീഡിയോയില് കാണിച്ചാ. ഇത് തൽക്കാലം നിങ്ങൾ കണ്ട അടിപൊളിയല്ലേ? ഈ ബേബിനെ കാണാൻ എങ്ങനെയുണ്ട്? ക്യൂട്ടല്ലേ? ഇതെങ്ങനെയുണ്ട്? ക്യൂട്ട്. ഓക്കെ, നല്ല രസമുള്ളൊരു സാധനം ഉണ്ട്. അതെന്താന്ന് അറിയോ? നിങ്ങൾ കണ്ട ഷോക്കായി പോകും. ഇത് കാണാ? ഇത് സ്മൈൽ സാഡ്, സ്മൈൽ സാഡ്, സാഡ് സ്മൈൽ, സാഡ് സ്മൈൽ. ഇത് ഒക്ടോബസ് ടോയ്സ് ആണ്. ഇത് ഇങ്ങോട്ട് സാഡാവും. ഓ നല്ല സാഡാണല്ലോ. ചിരിച്ച വരുന്നത് ചിരിക്കും. ചിരിച്ചു. ഇത് ഇങ്ങനെയാണല്ലേ? ഇങ്ങനെ ഈ ഒരു സാധനമാണ് ഗൈസ്. ഇതും നിങ്ങൾ കണ്ട ഷോക്കായി പോകും. ദേ ഗൈസ്, ഒരു രണ്ട് വാള്. ഒന്ന് ഇങ്ങനെ ആക്കണം. ഇത് പറ്റില്ല. ഇത് പറ്റല്ലോ. കണ്ടല്ലേ? ഇത് മുറിച്ചാലോ? ഇത് നക്കളിയാ, നക്കളി. എപ്പോഴും പഞ്ചാബ് കണ്ടെടുക്ക. ഈ സാധനം എപ്പോ ഉണ്ടാവും. ഈ വാളുണ്ടാവും. കണ്ട ഗൈസ്? അവിടെ കയ്യിൽ എപ്പോ ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാവും. നല്ല നീളായിട്ടുണ്ടാവോ? അല്ലെങ്കിൽ ചോട്ടയ്ക്ക് കട്ടിങ് കാറ്റുണ്ടാവോ? ആ ഒരു ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് ഈ സൈഡിൽ കാണിച്ചു തരാലോ. ഇതവിടെ നോക്കാം. പിന്നെ ഇതും കാണണോ? ഇത് പഞ്ചാബി സ്പെഷ്യലാ. ഇതെന്താ? ഇത് എനിക്ക് വേണ്ടിട്ടാ? അമ്മേന് വേണ്ടി അല്ല, ഇതെനിക്ക് വേണ്ടിട്ടൊരു
കഴുത്തിലിടുന്ന സാധനം. ഇത് ബുലൻ പോഞ്ചോ. ഇതൊരു സ്വെറ്ററാണ്. നല്ല ക്യൂട്ട് ആയിട്ടില്ലേ? ലാസ്റ്റ് ഞാൻ ഈ വീഡിയോയിലിട്ട് കാണിച്ചു തരാം. പിന്നെ വേറെ സഞ്ചിയെ എന്താ ഉള്ളത് നോക്കാം. ഗൈസ് ഇത് കണ്ടോ ഗൈസ്, ഇത് ഷോക്കേസിലൊക്കെ വെക്കുന്ന ഒരു സാധനമാണ്. ഇത് തൈര് കടയുന്ന ഒരു സാധനമാണ് ഗൈസ്. കണ്ടോ ഇങ്ങനെയൊക്കെ നിൽക്കും ഗൈസ്. പിന്നെ ഉള്ളത് ഇതെന്താണ് ഗൈസ്? ഗൈസ് ഇതൊരു ഷോളാണ്, നല്ല നീളം. ഇത് തണുപ്പ് കാലത്ത് ഇടാൻ പറ്റിയ ഒരു ഷോളാണ്. ഇവിടെ വെക്കാം. പിന്നെ ഒരു തൊപ്പി, എന്റെ ഒരു തൊപ്പി. ഇത് സൈഡിൽ വെച്ചാൽ ചുമക്കില്ല, ഇത് സാരമില്ല. നമുക്കിത് ഇട്ടാം. വാവ്, അടിപൊളി. ഇത് വാഗാ ബോർഡറിൽ പോയപ്പോ അവിടെ മനസ്സിലായ ഒരു തൊപ്പി നമുക്ക് ഇവിടെ ആക്കാം. ഞാന് പഞ്ചാബിൽ നിന്നൊരു ഡ്രസ്സ് തയ്പ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാലോ. അപ്പൊ ഇത്രയൊക്കെയാണ് അൺബോക്സിങ് വീഡിയോയിലൊക്കെ ഉള്ളത്. ഞാൻ പഞ്ചാബി ആയിട്ടേടാ ജി ബൂംബ ബൂംബ. ഗൈസ് എങ്ങനെയുണ്ടെന്ന് കാണാൻ അടിപൊളിയല്ലേ? പഞ്ചാബി കാണുന്ന പോലെയില്ലേ ഗൈസ്? എങ്ങനെയുണ്ടെന്ന് കാണാൻ അടിപൊളിയില്ലേ? ഷൂ ഒക്കെ ഇട്ട് മുടിയൊക്കെ കെട്ടി, മുടിയൊക്കെ കെട്ടി, ബാഗൊക്കെ ഇട്ട്, വളയൊക്കെ ഷോളൊക്കെ ഇട്ട് അടിപൊളിയായി ഫ്രണ്ട്സ്. അപ്പൊ ഇതാണ് എന്റെ ഫേവറേറ്റ് പോഞ്ചോ. ബല്ലേ ബല്ലേ ഷാവ ഷാവ, ബല്ലേ ബല്ലേ ഷാവ ഷാവ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ ബൈ. സദ്വിക की जय. बल्ले बल्ले बल्ले.